വെൽക്കം ബാക്ക് മല്ലൂസ് കഫേ. ഞാൻ ശ്രദ്ധ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു സിമ്പിൾ പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കിച്ചണിൽ പോയിട്ട് വേഗം റെഡിയാക്കി എടുക്കാം നമുക്ക്. വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് വേഗം ഒരു പൊട്ടറ്റോ ഫ്രൈ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം 4 പൊട്ടറ്റോ പുഴുങ്ങിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പുഴുങ്ങിയപ്പോൾ ഞാൻ ഇതിൽ ഉപ്പൊന്നും യൂസ് ചെയ്യാതാണ് പുഴുങ്ങിയെടുത്തത്. പിന്നീട് വേണ്ടുന്നത് 3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട്. മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം എരിവുള്ള പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, കടുകുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടായി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനിയും നല്ലതുപോലെ ഒന്ന് ചൂടാകും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എണ്ണയൊക്കെ നല്ലതുപോലെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകൊക്കെ ഇവിടെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇനി ഒരു പച്ച മണം മാറും വരെ ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക് എണ്ണയിൽ. അപ്പം അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതും ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നു. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി. അങ്ങനെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വേഗം അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പൊട്ടറ്റോ നല്ലതുപോലെ വേവിച്ചതായത് കാരണം ഒരുപാട് ഇട്ട് ഇളക്കാൻ പാടില്ല. ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയിൽ പൊട്ടറ്റോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമേറിയ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ അഞ്ചു എങ്ങനെ സോഫ്റ്റ് ചപ്പാത്തി റെഡിയാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏവരും കയറിയിട്ട് അതൊന്ന് കാണുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.